നല്ല ചൂട് കട്ടനും പരിപ്പ് വടയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് നല്ല ടേസ്റ്റുള്ള പരിപ്പ് വട ഈസിയായി വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. പരിപ്പ് വട തയ്യാറാക്കുന്നതിനായി ഞാൻ 250 ml ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വടത്തുവരയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് നിറക്ക വെള്ളം ഒഴിച്ച് 3-4 മണിക്കൂർ കുതിരുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് കഴുകി വൃത്തിയാക്കി തോരാൻ വയ്ക്കാം. വടയുടെ തുമര നന്നായി കുതിർന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കഴുകി വൃത്തിയാക്കി തോരുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. വടയുടെ തുമര കഴുകി വൃത്തിയാക്കി തോരുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. തോർന്നു കഴിയുമ്പോൾ നല്ല ഒരു പിടി തുവര എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളവ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരയരുത്. ഇനി നമുക്കിത് ചതച്ച് കൊണ്ടുവരാം. തുവരയിലെ വെള്ളം നന്നായി തോർന്നു. ഇതിൽ നിന്ന് ഒരു പിടി നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള തുവര നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം. 250 ml ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തുവരയാണ് ഞാൻ വട തയ്യാറാക്കുന്നതിനായി എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു പിടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം. വടയ്ക്കുള്ള തുവര നമ്മൾ നന്നായി ചതച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തുവരപ്പരിപ്പ് ചേർക്കുമ്പോൾ വട കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുവര കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ തുവര മാറ്റി വെച്ചിട്ട് ചതച്ച ശേഷം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വടയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 4 വറ്റൽമുളകും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 5 തൾ വെളുത്തുള്ളിയും കൂടി ചെറുതായി ഒന്ന് ചതച്ചെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 10 കഷ്ണം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലുള്ളവർ അതുകൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അവരവരുടെ പരുവത്തിന് ചേർക്കണം, ഒരുപാട് കൂടരുത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഓപ്ഷണലാണ്, വേണ്ടുന്നവർ ചേർത്താൽ മതി. കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കുമ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ച തുവരപ്പരിപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആകും. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താൻ ആരംഭിക്കാം. മാവിന് ഉപ്പ് എരിവെല്ലാം പാകത്തിനുണ്ട്. നമുക്കിനി ഇത് പരത്താൻ ആരംഭിക്കാം. ആദ്യം നമ്മൾ കുറച്ച് മാവെടുത്ത് ഉരുള ഉരുട്ടുക. അതിനുശേഷം മറ്റേ കൈയുടെ വെള്ളയിൽ വെച്ച് വിരൽ തൊടാതെ ഇങ്ങനെ അമർത്തുക. എന്നിട്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഒതുക്കുക. ഇങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ നമുക്ക് ഈ മാവെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. വട വറുത്ത് കോരിയെടുക്കുന്നതിനായി ഞാൻ എൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി തിളച്ച് നമുക്കതിലേക്ക് വട ഓരോന്നായിട്ട് പിറക്കി വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഒരു വശം മൂത്തതിന് ശേഷമേ നമ്മൾ തിരിച്ചിടാവൂ, അല്ലെങ്കിൽ വട പൊടിഞ്ഞു പോകും. വട പരത്തുമ്പോൾ അതിൻ്റെ നടുഭാഗം പൊങ്ങിയും സൈഡ് ഭാഗം പരന്നും ഇരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉരുള ഉരുട്ടി മറ്റേ കൈയുടെ വെള്ളയിൽ വെച്ച് പ്രസ് ചെയ്ത ശേഷം സൈഡ് ഒതുക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും. നമുക്കിനി വടയൊന്ന് തിരിച്ചിടാം. ഞാനൊരു കമ്പി ഉപയോഗിച്ചാണ് വട തിരിച്ചിടുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വട മൂപ്പിച്ച് കോരിയെടുക്കാൻ, അല്ലെങ്കിൽ പുറം ഭാഗം മൂക്കുകയോ അകം ഭാഗം മൂക്കാതിരിക്കുകയും ചെയ്യും. ഇനി ഈ വശം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വട മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് വട കൂടി എണ്ണയിലൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. പഴയതുപോലെ തന്നെ ഇത് ഒരു വശം മൂത്തതിന് ശേഷമേ നമ്മൾ തിരിച്ചിടാവൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഈ വശം മൂക്കുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ലാസ്റ്റ് ട്രിപ്പ് വടയാണ് എണ്ണയിൽ മൂത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുകൂടി എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ വടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കോരിയത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് എണ്ണ അല്പം കൂടെ ഊറി മാറാനുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.